स्पॉट पर से जो स्पेसिमेंट्स मिलेंगे, इसका जब तक एफएसएल का एनालिसिस, एनएसजी का एनालिसिस नहीं होता, इसके बारे में कुछ भी कहना दिक्कत है। मगर हम किसी भी एंगल को बंद नहीं मानते हैं। सभी एंगल का हम दृढ़ता के साथ आगे जांच करें। धन्यवाद। സംഭവത്തിലെ എല്ലാ വശങ്ങളും പരിശോധിക്കും എന്ന് പറയുന്ന പ്രതികരണമാണ് കേട്ടത്. അതിനു മുൻപ് അദ്ദേഹം എന്തായാലും പറഞ്ഞതെന്ന് വ്യക്തമായിട്ടില്ല. പക്ഷേ ഭീകരാക്രമണ സാധ്യതയാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിധത്തിലുള്ള അപകടമാണോ മറ്റെന്തെങ്കിലും ആക്രമണങ്ങളാണോ എന്ന എല്ലാ വശങ്ങളും പരിശോധിച്ച ശേഷം മാത്രമേ ഒരു ഔദ്യോഗികമായി ഇക്കാര്യത്തിലൊരു പ്രതികരണം നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയൂ. എല്ലാവിധ ഇപ്പോൾ NIA ആകട്ടെ, NSG ആകട്ടെ, ഡൽഹി പോലീസിൻ്റെ ഭീകരവിരുദ്ധ സേന സ്ക്വാഡ് അടക്കം എല്ലാവരും ഇപ്പോൾ ഈ സംഭവ സ്ഥലത്തുണ്ട്. അതിൻ്റേതായ പരിശോധനകളും അന്വേഷണങ്ങളും നടന്നു വരികയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരാൾ ഈ വാഹനത്തിൻ്റെ ഈ പൊട്ടിത്തെറിയുണ്ടായ കാറിൻ്റെ ഉടമയെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്ന സൂചനകൾ വരുന്നത്. 2 പേർ കസ്റ്റഡിയിലുണ്ട് എന്നൊക്കെ പക്ഷേ നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയില്ല. നിലവിലെ സാഹചര്യമാണ്. ഇപ്പോൾ സമയം 10:18, 6:52 ഈ പൊട്ടിത്തെറി ഉണ്ടായത്. മണിക്കൂറുകൾ മാത്രമേ പിന്നിട്ടിട്ടുള്ളൂ. ആദ്യ പരിഗണന എന്നത് ആ സ്ഥലം വേഗത്തിൽ അത് ശാന്തമാക്കുക, അവിടുത്തെ തീയണയ്ക്കുക, പരിക്കേറ്റവരെല്ലാം ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുക തുടങ്ങിയ കാര്യങ്ങൾക്കായിരുന്നു പ്രഥമ പരിഗണന. അത് കൃത്യം 1 മണിക്കൂറിനകം തന്നെ ആ സ്ഥലം മുഴുവൻ സുരക്ഷാ ബന്ദോബസ്തിലായി. ആളുകളെ മുഴുവൻ ആശുപത്രിയിലേക്ക് മാറ്റി, പരിക്കേറ്റവർക്കൊക്കെ ചികിത്സ ലഭ്യമാക്കി. ആ ഒരു ഘട്ടം കഴിഞ്ഞ ശേഷം കൃത്യമായി ഫോറൻസിക് വിഭാഗമൊക്കെ സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തി വരികയാണ്. വലിയ ആഘാതത്തിലുള്ള ഒരു IED സ്ഫോടനം തന്നെയാണ് നടന്നത് എന്ന് ഏറെക്കുറെ ഉറപ്പാക്കുന്നു. പക്ഷേ മറ്റെന്തെങ്കിലും ഇപ്പോൾ ബാലിസ്റ്റിക് സാധ്യത അങ്ങനെയൊന്നും കണ്ടെത്തിയിട്ടില്ല എന്നാണ് ഇതുവരെയുള്ള വിവരം. ഇതിന് പിന്നാലെ പരിശോധന നടക്കുമ്പോഴാണ് മെട്രോ സ്റ്റേഷൻ്റെ ചില ഭാഗങ്ങൾക്ക് തന്നെ ഇതിൻ്റെ ഈ ഒരു ആഘാതത്തിൽ ചില തകരാറുകൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാകുന്നത്. അതിന് പിന്നാലെ തന്നെ അമിത്ഷാ സ്ഥലത്തെത്തുന്നു, ആശുപത്രിയിലെത്തുന്നു, പരിക്കേറ്റവരെ കാണുന്നു. പിന്നീട് അദ്ദേഹം ആശുപത്രിയിൽ വെച്ച് തന്നെ ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുന്നു. അതിനുശേഷമുള്ള പ്രതികരണമാണ് നമ്മൾ കണ്ടത്. ഇതിൻ്റെ എല്ലാ വശങ്ങളും പരിശോധിക്കും എന്നാണ് പറയുന്നത്. ഏതൊക്കെ വിധത്തിലായിരിക്കും നാളെയും മറ്റും സർക്കാരിൻ്റെ ഒരു പ്രതികരണങ്ങളോ നടപടികളോ ഇക്കാര്യത്തിൽ പ്രതീക്ഷിക്കേണ്ടത്? ദുവിഷ്, ഏതായാലും വളരെ ഗൗരവത്തോടെ തന്നെയായിരിക്കും ഈ വിഷയത്തെ സർക്കാർ സമീപിക്കുക എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഇന്ത്യ വെടിനിർത്തലിലേക്ക് പോകുമ്പോൾ ഇന്ത്യ പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട്. ഇനിയുള്ള ഏത് ഭീകരാക്രമണവും അത് ഇന്ത്യക്കെതിരെയുള്ള ഒരു യുദ്ധപ്രഖ്യാപനം എന്നുള്ള നിലയ്ക്കായിരിക്കും അതിനെ കാണുക എന്നുള്ളതാണ്. ഇത് ഒരു ഭീകരാക്രമണമെന്ന് സർക്കാർ സ്ഥിരീകരിക്കുകയും അതിനു പിന്നിൽ മറ്റേതെങ്കിലും രാജ്യങ്ങളുടെ പങ്കുണ്ട്, കൈയുണ്ട് എന്ന് തിരിച്ചറിയിക്കാൻ കഴിയുന്നൊരു സാഹചര്യത്തിൽ ഇന്ത്യ ഏത് തരത്തിലായിരിക്കും ഇതിൽ പ്രതികരിക്കുക എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. സ്വാഭാവികമായിട്ടും 13 പേരിലധികം പേർ കൊല്ലപ്പെട്ട ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. നിരവധി പേർ പരിക്കേറ്റുണ്ട്, ഗുരുതരാവസ്ഥയിലുള്ള നിരവധി പേരുണ്ട്. അപ്പോൾ മരണസംഖ്യ ഉയരുന്ന മുറയ്ക്ക് സ്വാഭാവികമായിട്ടും സർക്കാരിന് മേൽ വലിയ സമ്മർദ്ദമുണ്ടാകും. ഓപ്പറേഷൻ സിന്ദൂർ ഇന്ത്യ നിർത്തിവെച്ചിട്ടില്ല എന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. അതൊരു പോസ് ചെയ്തിരിക്കുന്നു, അല്ലെങ്കിൽ തൽക്കാലത്തേക്ക് മരവിപ്പിച്ചിരിക്കുന്നു എന്നാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അല്ലെങ്കിൽ വെടിനിർത്തൽ പൂർണ്ണമായും വന്നു, രംഗത്ത് നിലവിലുണ്ടായി എന്ന് പറയുമ്പോഴും അത് താൽക്കാലികമായി മരവിപ്പിച്ചിട്ടേ ഉള്ളൂ എന്ന് ഇന്ത്യ ആവർത്തിച്ച് പറയുന്നുണ്ട്. ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി അടക്കമുള്ളവർ അക്കാര്യത്തിൽ സ്ഥിരീകരണം പറയുന്നതാണ്. ഞങ്ങൾ നിർത്തിയിട്ടില്ല എന്നുള്ളതാണ്, മരവിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇന്ത്യയുടെ രണ്ടാം ഓപ്പറേഷൻ സിന്ദൂർ ഉണ്ടാകുമോ എന്നുള്ളതാണ്, അതായത് ഓപ്പറേഷൻ സിന്ദൂർ 2.0 ഉണ്ടാകുമോ എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്. ഏത് തരത്തിലായിരിക്കും ഇന്ത്യയുടെ പ്രതികരണം എന്നും കണ്ടറിയേണ്ടതുണ്ട്. വലിയ സമ്മർദ്ദം ഉണ്ടായിട്ടുണ്ട് സർക്കാരിന് മേലെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒരുപക്ഷെ കശ്മീരിൽ മാത്രം ഒതുങ്ങിയിരുന്ന ഭീകരാക്രമണം എന്നാണ് എപ്പോഴും സർക്കാർ പറഞ്ഞിരുന്നത്. അതായത് ഭീകരാക്രമണം നടക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തന്നെ ആക്രമണങ്ങൾ നടക്കുന്നത് കശ്മീരിലും സമീപമുള്ള ചില ജില്ലകളിലും മാത്രം എന്നുള്ളൊരു നിലപാടാണ് സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത്. പക്ഷേ അവിടെ നിന്ന് മാറി രാജ്യത്തിൻ്റെ തലസ്ഥാനത്തേക്ക് ഭീകരാക്രമണം എത്തുന്ന ഒരു സാഹചര്യമാണുള്ളത്.